വിജയുടെ രാഷ്ട്രീയ റാലിയിലുണ്ടായ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. തമിഴ്നാട് പോലീസാണ് ടി.വി.കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയും നടനുമായ മതിയഴകനെ അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇദ്ദേഹം പിടിയിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ടി.വി.കെ ജനറൽ സെക്രട്ടറി ആനന്ദിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിൽ വിജയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ അദ്ദേഹത്തിന്റെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് പോലീസിന്റെ തന്ത്രം. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41ആയി. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 65 വയസ്സുകാരി സുഗുണയാണ് ഇന്നലെ മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം 18ആയി. അപകടസ്ഥലത്തെ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിനും സംഘാടകർക്കും വീഴ്ച സംഭവിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തുടർന്ന് കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ DGP ഉത്തരവിറക്കി. അന്വേഷണ ചുമതല അതേസമയം ദുരന്തത്തിൽപ്പെട്ടവരെ സന്ദർശിക്കാനായി കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും L. മുരുകനും കരൂരെത്തിയിരുന്നു. അറസ്റ്റിനു പിന്നാലെ ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഇതിനിടെ വിജയുടെ ആരോഗ്യനിലയെക്കുറിച്ച് BJP നേതാവ് അമർ പ്രസാദ് ആശംസകളും ഉപദേശങ്ങളും അറിയിച്ചു. വിജയ് ചികിത്സയിലാണെന്നും രോഗം ഉടൻ ഭേദമാകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. വിജയ് ചെന്നൈയിലെ പണയൂരിലെ വീട്ടിൽ നിന്ന് രാവിലെ പട്ടണം പക്കത്തെ വീട്ടിലേക്ക് താമസം മാറിയെന്നും ഇത് ടി.വി.കെയുടെ രണ്ടാമത്തെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്നും സൂചനയുണ്ട്. വിജയുടെ കരൂർ റാലിയിലുണ്ടായ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. ഈ ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും സംഭവിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് വിശദീകരിച്ചു.